ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡീമൺ സ്ലെയർ ആനിമിലെ ഗിയോ ടോമിയോക്കെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഡീമൺ സ്ലെയർ ഫാൻസ് വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഗിയോയുടെ ചെറുപ്പത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തനിക്ക് ആകെ ഉണ്ടായത് ഒരു സിസ്റ്ററാണ്. അവളുടെ പേരാണ് സുഡാക്കോ. ഒരു ദിവസം ഇവരെ ഒരു ഡീമൺ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ഗിയോയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സിസ്റ്റർ തന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്യുന്നു. ഗിയോയുടെ സിസ്റ്റർ മരിച്ച ആ ഒരു സംഭവം ഗിയോ ആ ഒരു നാട്ടിലുള്ള എല്ലാവരോടും പറയുന്നു. തന്റെ സിസ്റ്ററിനെ ഏതൊരു ഡീമൺ അറ്റാക്ക് ചെയ്തു, സിസ്റ്റർ മരിച്ചു എന്ന് എല്ലാവരോടും പറയും. എന്നാൽ ഒരു ഡീമൺ കൊന്നതാണെന്ന് എല്ലാവരും അറിഞ്ഞിട്ട് പോലും അതാരും വിശ്വസിക്കാനും തയ്യാറായില്ല. അങ്ങനെ അതിനുശേഷം അവിടെയുണ്ടായ ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഗിയോന് എന്തോ മെന്റലി കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അവന്റെ തന്നെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് അവനെ അയക്കുന്നു. അങ്ങനെ നമ്മുടെ കുട്ടി ഗിയോ ആണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഒരു മലമുകളിൽ എത്തുന്നു. അവിടെ എത്തിയപ്പോഴേക്കും ക്ഷീണിച്ച അവശനായി മരിക്കാനായ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകും. ഈ സമയത്താണ് നമ്മുടെ ഒറോക്കോഡാക്കി അവിടെ വന്ന് നമ്മുടെ ഗിയോനെ കണ്ട് ഗിയോനെ രക്ഷപ്പെടുത്തുന്നു. ഗിയോനെ രക്ഷപ്പെടുത്തിയത് കൂടാതെ അവന് ട്രെയിനിങ്ങും കൊടുക്കുന്നു. ഓൾറെഡി നമ്മുടെ ഒറോക്കോഡാക്കി ആണെങ്കിൽ സബീട്ടോന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സബീട്ടോ ആൻഡ് ഗിയോ രണ്ടുപേർക്കും നമ്മുടെ ഒറോക്കോഡാക്കി ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഈ സമയം രണ്ടുപേരും കണ്ടുമുട്ടി ഒരു ക്ലോസ് ഫ്രണ്ട്സായി മാറുകയും ചെയ്യുന്നു. കൂടാതെ രണ്ടുപേരുടെ ഏജും സെയിം ആണ്. എന്നാൽ ഈ സബീട്ടോ എന്ന ക്യാരക്ടർ ഗിയോനെ പോലെയല്ല, സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിൽ പവർ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ഗിയോന് വേണ്ട മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മുടെ സബീട്ടോ ആണ്. അങ്ങനെയാണ് ഒരു ദിവസം ഇവർക്കൊരു ഫൈനൽ സെലക്ഷൻ വരുന്നു. ഈ സമയം ഗിയോ ആണെങ്കിൽ ഒരു ഡീമൺ അഗെയിൻസ്റ്റ് ആയി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഗിയോ പെട്ടെന്ന് ഇഞ്ചൂർഡായി താഴെ വീണു പോകുന്നു. അപ്പോൾ അവനെ റെസ്ക്യൂ ചെയ്യാൻ നമ്മുടെ സബീട്ടോ അവിടെ വരുന്നു. എന്നാൽ നമ്മുടെ സബീട്ടോ ഗിയോനെ മാത്രമാണോ രക്ഷപ്പെടുത്തിയതെന്ന് നോക്കിയാൽ അല്ല, അവന്റെ ടീമിലുണ്ടായ അല്ലെങ്കിൽ അവന്റെ കൂടെ ഉണ്ടായ എല്ലാവരെയും നമ്മുടെ സബീട്ടോ രക്ഷപ്പെടുത്തുന്നുണ്ട്. അവരൊക്കെ പാസ്സാവുകയും ചെയ്യുന്നു. അങ്ങനെ അതേസമയം നമ്മുടെ ഗിയോന് പതിയെ ബോധം വന്ന് കണ്ണു തുറന്നു നോക്കുമ്പോഴാണ് എല്ലാവരും ഫൈനൽ സെലക്ഷനിൽ പാസ്സായി. എന്നാൽ നമ്മുടെ സബീട്ടോ ഒഴിച്ച്. അതായത് എന്ത് പറ്റിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ സബീട്ടോ മറ്റുള്ള എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്തു. അവസാനം അവൻ ഒരു ഡീമന്റെ കയ്യിൽപ്പെട്ട് മരിച്ചുപോയി. ആ ഒരു കാര്യം പറഞ്ഞ ഗിയോന് അത് ഒരിക്കലും താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സമയം ഗിയോ തന്നെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും ഈ ഒരു പദവിയിൽ എത്താൻ അർഹനല്ല. എന്നെ അവൻ ഹെൽപ്പ് ചെയ്തതുകൊണ്ടാണ് ഞാൻ പാസ്സായത്. അവനാണ് ശരിക്കും ഈ പദവിയിൽ ഇരിക്കാൻ അർഹൻ എന്നൊക്കെ പറഞ്ഞ് തന്നെ എപ്പോഴും ഒരു വില കുറച്ച് കാണാൻ തുടങ്ങി. അങ്ങനെ പതിയെ ഗിയോ വലുതായി ആ ഒരു വാട്ടർ ബ്രീത്തിങ് ഒക്കെ മാസ്റ്റേർഡ് ചെയ്തു. എന്നാൽ പോലും ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ ആ ഒരു പദവിയിൽ ഇരിക്കാൻ അർഹനല്ല എന്ന ആ ഒരു കാര്യം തന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. സീരീസിൽ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഹാഷിര മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഗിയോ അതിൽ പങ്കെടുക്കാറില്ല. ഗിയോന് മറ്റുള്ള ഹാഷിരയോട് വെറുപ്പുള്ളത് കൊണ്ടൊന്നുമല്ല, മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ താനൊരു വീക്കായിട്ടുള്ള ആളാണ്, അവരുടെ അത്ര ഈക്വൽ അല്ല ഞാൻ ഈ പദവിയിൽ ഇരിക്കാൻ തന്നെ അർഹനല്ല എന്ന ആ ഒരു സംഭവം ഗിയോന്റെ മനസ്സിൽ ആ ഒരു സമയത്തും ഉണ്ടായിരുന്നു. ഇനി ഗിയോന്റെ ആ ഒരു ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ താൻ ഏത് ഇമോഷനിലാണെങ്കിൽ പോലും തന്റെ ഫേസിൽ അത് പ്രകടിപ്പിക്കാറില്ല. എപ്പോഴും സമാധാനമായിട്ട് അങ്ങനെ ഇരിക്കും. ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകും. ഒരു കൈൻഡ് ഹാർട്ടഡ് പേഴ്സൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങൾ ഈ ഒരു ഗിയോന്റെ ഔട്ട്ഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗം റെഡ് കളറിലും മറുഭാഗം ഒരു യെല്ലോ ഗ്രീൻ എന്നൊരു പാറ്റേണിലും നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് നമ്മുടെ ഗിയോ ധരിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു റെഡ് ഭാഗം സൂചിപ്പിക്കുന്നത് തന്റെ സിസ്റ്ററെയാണ്. അതുപോലെ തന്നെ ആ ഒരു പാറ്റേൺ വരുന്ന ഭാഗമാണെങ്കിൽ നമ്മുടെ സബീറ്റോയോ. കാരണം ഗിയോ അത്രയധികം സ്നേഹിച്ച രണ്ടുപേരാണ് ഇവർ. അവരെ ഓർക്കുന്ന രീതിയിലാണ് ഗിയോന്റെ ക്ലോത്ത് തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടാഞ്ചിറോ എന്ന ക്യാരക്ടറിനെ ആദ്യമായി മനസ്സിലാക്കിയ ഒരു ഹാഷിരയും നമ്മുടെ ഗിയോ ആണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. അതായത് നമ്മുടെ നെസുക്കോ ആദ്യം ഡീമണായ സമയത്ത് ഗിയോന് പകരം അവിടെ സനമിയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. എന്നാൽ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് പോലും ഗിയോയുടെ പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ തീരുമാനങ്ങളും എടുത്തത്. ഡീമൺ സ്ലെയർ തന്നെ ആദ്യമായ ഒരു റൂള് ബ്രേക്ക് ചെയ്തത് നമ്മുടെ ഗിയോ ആണ്. ആദ്യമായി ഒരു ഡീമണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിച്ചത് നമ്മുടെ ഗിയോ ആണ്. കൂടാതെ അതിനുവേണ്ടി ടാഞ്ചിറോക്ക് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവം ആക്കി കൊടുത്തതും നമ്മുടെ ഗിയോ ആണ്. ഗിയോയുടെ ഈ ഒരു സ്വഭാവം വെച്ച് പൊതുവെ മറ്റുള്ളവർക്ക് ഗിയോനെ അത്രയങ്ങ് ഇഷ്ടമല്ല. എന്നാൽ ഗിയോന് മറ്റുള്ള ആൾക്കാരോട് വെറുപ്പുമില്ല. എല്ലാ ഹാഷിരാസും നമ്മുടെ ടാഞ്ചിറോക്ക് ട്രെയിനിങ് ചെയ്ത സമയത്ത് നമ്മുടെ ഗിയോ മാത്രം ടാഞ്ചിറോക്ക് ട്രെയിനിങ് ചെയ്യാൻ ആദ്യം തയ്യാറാകില്ല. അതിന്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഗിയോന് ആ ഒരു കുറ്റബോധം അല്ലെങ്കിൽ താൻ ഈ ഒരു പദവിയിൽ ഇരിക്കാൻ അർഹനല്ല എന്ന ആ ഒരു തോന്നൽ ഇപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമയം നമ്മുടെ ടാഞ്ചിറോ ഗിയോനോട് പറയുന്നുണ്ട്, നമ്മുടെ രംഗോക്കു മരിച്ചത് അല്ലെങ്കിൽ രംഗോക്കു സാക്രിഫൈസ് ചെയ്തത് നമുക്ക് വേണ്ടിയാണ്. അതിന് നമ്മളൊരു വാല്യൂ കൊടുക്കണം. അവർ മരിച്ചാലും അവരുടെ സ്ഥാനത്ത് നമ്മൾ വരണം, അതേ പാത നമ്മൾ പിന്തുടരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ടാഞ്ചിറോ ഗിയോനോട് പറയുന്നുണ്ട്. ആ ഒരു വാക്കുകൾ നമ്മുടെ ഗിയോ കേട്ടപ്പോൾ തന്നെ പണ്ട് സബീ
ഒബീറ്റോ തന്നെ പ്രൊട്ടക്ട് ചെയ്തതും പിന്നീട് അവൻ മരിച്ചതും ഒക്കെ ആലോചിച്ച് അവൻ മരിച്ചതിന് നമ്മളൊരു വാല്യൂ കൊടുക്കണം, അവൻ ഇല്ലെങ്കിലും അവന്റെ സ്ഥാനത്ത് നിന്ന് ഞാനൊരു ഹാഷിരയാകുമെന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ ടാൻജിറോയുടെ വാക്കിൽ നിന്നും നമ്മുടെ ഗിയോ പഴയതുപോലെ ഇവിടെ മാറുകയാണ്. അങ്ങനെ നമ്മുടെ ഗിയോ ആണെങ്കിൽ ടാൻജിറോക്ക് ട്രെയിനിങ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഗിയോന്റെ ക്യാരക്ടർ പഴയതുപോലെ ആകുന്നത്. ഇനി നമ്മുടെ ഗിയോന്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗിയോ ഒരു വാട്ടർ ഹാഷിരയാണ്. വാട്ടർ ബ്രീത്തിങ്ങിന്റെ 10th ഫോം വരെ യൂസ് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് മൂവിയിൽ അക്കാസയുടെ കൂടെയുള്ള ഫൈറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അക്കാസ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ലാസ്റ്റ് വാട്ടർ ഹാഷിരയൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്ത സമയത്ത് ഇപ്പോൾ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള വാട്ടർ ഹാഷിര നീയാണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഫൈറ്റിൽ ഗിയോ ആണെങ്കിൽ ആ ഒരു ഡീമൺ സ്ലെയർ മാർക്ക് അവേക്കൺ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ ഗിയോ മൂസാന്റെ കൂടെയുള്ള ഫൈറ്റ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചൊന്നും ഞാനിവിടെ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ ഈ ഒരു ഡീമൺ സ്ലെയറിലെ ഗിയോ എന്ന ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കൂടുതലായി ഇനിയൊന്നും പറയാനില്ല. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.